പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ദനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. ഒരൊറ്റ പാട്ട് കൊണ്ടല്ലേ നിങ്ങൾ നിലത്ത് വീണത്? അതെ അതെ, ഒറ്റ പാട്ട് നിലത്ത് വീണത്. ആ പാട്ട് എഴുതിയതും പാടിയവരും അങ്ങ് വൈറലായെന്ന് പറയാം. ഞങ്ങൾ നിലത്തുനിന്ന് വീണിട്ടില്ലേ? കൊല്ലണെന്നില്ലേ? അത് ആവിഷ്കാര സ്വാതന്ത്ര്യം. അങ്ങോട്ട് എന്തിന്? അവർക്ക് ഞങ്ങൾ എഴുതിയല്ലോ പാട്ട്. കോഴി കോഴി ചുമ്മാ കൊത്തിപ്പായാതെ ഗർഭം പിടിച്ചോണ്ട് അവിടെ ഇരുന്നോ? എന്റെ സുഹൃത്തുക്കളെ, ഇമാതിരി ഒരു പാട്ട് ഏതേലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ? മറ്റേ വേറൊരു പാട്ടുണ്ടായിരുന്നല്ലോ. തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ മണ്ണിൽ മുളച്ചൊരു സൂര്യനെ മലനാടിൻ എന്തോന്നാ മലനാടിൻ സാധനം. പിണറായി വിജയൻ നാടിന്റെ അജയൻ. നാട്ടുകാരി ട്രോളി കൊല്ലുമായിരുന്നു ആ പാട്ട്. ഇഷ്ടപ്പെട്ട പാട്ട് ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഉണ്ടാക്കണം. ഈ പാട്ടിൽ ഞങ്ങൾ ട്രോളുന്നുണ്ട്. സ്വർണം ചെമ്പായി മാറ്റി വൃത്തിയുടെ പാട്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെ തോന്നും. കൊള്ളൂല. എവിടെ തിരിഞ്ഞാലും ഇതാണല്ലോ. പാർലമെന്റ് വരെ പാട്ടങ്ങ് എത്തി. പാർലമെന്റ് അറിഞ്ഞില്ലേ? ഡൽഹിയില് അവർക്ക് മലയാളം തർജ്ജമ ചെയ്ത് കൊടുത്തു. എന്ത് തർജ്ജമ ചെയ്ത്? ശുഷ്കാന്തി ഉണ്ടല്ലോ തർജ്ജമ ചെയ്ത് കൊടുത്തു. എന്ത് പാട്ടോ വൈറലാ പാട്ട്, വൈറലാ. അതിന് ആരും വയറ്റിലേ വയറ്റിലുണ്ടാക്കാനും വയറ്റിൽ അറിയാനും ഒക്കെ അല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾക്ക് അറിയാവൂ കേട്ടോ. ഗർഭം കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഞങ്ങൾ അന്നേ പറഞ്ഞു രാഹുൽ ഞങ്ങൾക്ക് തീരെയില്ല. രാഹുൽ വിഷയം ഞങ്ങൾ ഉയർത്തുന്നില്ല. ഞങ്ങൾ കൈവിട്ട കേസാണ്. മാധ്യമങ്ങൾ എടുത്ത് പൊക്കിയത് ഞങ്ങൾ കുറ്റോ? മാധ്യമങ്ങൾ CPM ആണോ? കൈരളിയിലും ദേശാഭിമാനിയിലും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് ഞങ്ങൾ മാത്രമല്ല ഹൈലൈറ്റ് ചെയ്തത്. ഇവിടെ റിപ്പോർട്ടർ അതുവരെ ശബരിമല വിഷയത്തിൽ അണ്ണാക്കിലെ പിരിവെട്ടി നിന്ന കൈരളിയിലും കൈരളിയിൽ കുക്കറി ഷോയും വല്യേട്ടനുമായിരുന്നു. ദേശാഭിമാനിയിലും മഴയായിരുന്നു. അതെ, ഞങ്ങൾ മാത്രമല്ല ഇവിടെ ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും റിപ്പോർട്ടറും ഒക്കെ തുറന്നാലും രാഹുലിന്റെ ഗർഭമായിരുന്നല്ലോ. ഇതിൽ എന്തൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ചാനലാണോ? ആണോ? ഞങ്ങൾ ഇത് എവിടെ പൊക്കി? ഞങ്ങൾ ഏത് തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ രാഹുലിന്റെ ഗർഭം പൊക്കിക്കൊണ്ടുവന്നു? തെരഞ്ഞെടുപ്പ് വോട്ട് ഇട്ട് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി മാധ്യമങ്ങളെ കണ്ടപ്പോ വരെ മുഖ്യമന്ത്രി എന്തായിരുന്നു പറഞ്ഞത്? സ്ത്രീലമ്പട്. ശബരിമലയെ കുറിച്ച് ചോദിച്ചപ്പോഴോ അന്വേഷണം നടക്കുകയാണോ? ഞങ്ങൾ പക്ഷെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ഹൈലൈറ്റ് ചെയ്തത് മാധ്യമങ്ങളാണ്. എന്നിട്ട് ഞങ്ങൾ ഗർഭം എല്ലാ മാധ്യമങ്ങൾ തന്നെയാണ്. എന്നിട്ട് ഞങ്ങളെ പാർട്ടി മാധ്യമങ്ങളോ നിങ്ങളുടെ പാർട്ടിയിൽ കൂട്ടടിയാണെന്നാണല്ലോ നമ്മൾ അറിഞ്ഞത് ശബരിമല വിഷയത്തിൽ. അവരെ റൈറ്റിങ്ങിനും മാർക്ക് കൂട്ടാൻ വേണ്ടിട്ട് അവരോരോന്ന് ചെയ്തിട്ട് നിർത്ത് അതവിടെ നിർത്തി. ഇതിന് മറുപടി പറ. വിഷയത്തിൽ നിന്ന് തെന്നി മാറാതെ. ഏത് വിഷയം? അതായത് നിങ്ങളുടെ ശബരിമല പൊക്കിക്കൊണ്ടുവരാല്ലേ? 24 hours ശബരിമല എന്ന് പറഞ്ഞോണ്ടിരിക്കും. പിന്നെ അയ്യപ്പന് വേണ്ടി ആര് സംസാരിക്കും ഇവിടെ? പിണറായി സംസാരിക്കും. അന്വേഷണം നടക്കില്ലേ? അന്വേഷണം നടക്കില്ലേ? നമ്മൾ ചോദിക്കും, നിങ്ങൾ മറുപടി പറയണം. അന്വേഷണം നടക്കില്ല. നിങ്ങളുടെ പാർട്ടിയിൽ കൂട്ടടിയാണല്ലോ ശബരിമല വിഷയത്തിൽ. ഒരുപറ്റം നേതാക്കൾ, വിശ്വാസികളായ ഒരുപറ്റം നേതാക്കൾ പറഞ്ഞിരിക്കുന്നു ശബരിമലയാണ് നമ്മളെ തിരിച്ചടിച്ചത്. പറ, അണ്ണാക്കിലെ പിരിവെട്ടിയോ? അത് പിന്നെ 2 വാക്ക് മൊഴി. ഞങ്ങൾ തീരുമാനം എടുക്കും, നടപടി എടുക്കും. പത്മകുമാർ അകത്തല്ലേ? അകത്തായി ആളെ നിങ്ങൾ എങ്ങനെ പുറത്താക്കും? ഞങ്ങൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് അകത്താണല്ലോ, എങ്ങനെ പുറത്താക്കും എന്നല്ലേ? അപ്പൊ ഇപ്പൊ പ്ലേറ്റ് മാറ്റുന്നത് എങ്ങനെ? അകത്തായ ആളെ ഇനി എങ്ങനെ നിങ്ങൾ പുറത്താക്കും? ആജീവനാന്ത കാലയൾക്കെതിരെ നടപടി എടുക്കില്ല. ഞങ്ങൾ ഒരിടത്ത് ആർക്ക് എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഞങ്ങൾ നടപടി എടുക്കും. മൂട്ടിൽ തീ പിടിച്ചപ്പോ നടപടി എടുത്തില്ല. ഇനി തോറ്റപ്പോഴത്തേക്ക് ഞങ്ങൾ നടപടി എടുക്കാം. ഞങ്ങൾ നടപടി നിയമസഭ നടപടി വേണ്ട സമയത്ത് പാർട്ടി തീരുമാനം എടുക്കും. അല്ല, അത് എപ്പോഴായിട്ട് വരും? അത് പിന്നെ കുറച്ചുകൂടി ഇപ്പൊ വെന്റിലേറ്ററല്ല, ഇനി ചത്ത് നെഞ്ചത്ത് റീത്ത് വെക്കുമ്പോഴോ ആൾക്ക് എത്രത്തോളം പങ്കുണ്ടെന്ന് അന്വേഷിക്കണം. ആ പങ്കിന്റെ വ്യാപ്തി അനുസരിച്ച് നമ്മൾ പറയട്ടെ. ഒരു ദിവസം ചാടി എഴുന്നേറ്റിട്ട് SIT തീരുമാനിക്കുകയാണ്, വാ നമുക്ക് പോയി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെ അറസ്റ്റ് ചെയ്തതല്ല, ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ്. അപ്പോൾ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടല്ലോ
ആലോചിക്കുന്ന കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റം തെളിഞ്ഞിട്ടില്ല. അതെ, ഹൈക്കോടതി പറഞ്ഞിട്ട് കസ്റ്റഡിയിൽ എടുത്തതാ, പക്ഷെ കുറ്റാരോപിതൻ. അതെ, അന്വേഷണം നടക്കില്ല. കുറ്റാരോപിതൻ മറ്റേ മഹസറിൽ ചെമ്പൻ എഴുതിയതിന് തെളിവുണ്ട്, സ്വർണ്ണപ്പാളി എടുത്തോണ്ട് പോകാൻ അനുമതി കൊടുത്തതിന് തെളിവുണ്ട്, മറ്റേ പോറ്റിക്ക് അതും കൊണ്ട് നാട് ചുറ്റാൻ അനുമതി കൊടുത്തതിന് തെളിവുണ്ട്. എന്നിട്ട് കുറ്റാരോപിതൻ. ഓ ഒരു തൊലിക്കട്ടി. മനോരെ, ഞങ്ങൾ പറഞ്ഞില്ലേ പത്മകുമാറിനെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഞങ്ങൾ പാർട്ടിയോ സർക്കാരോ സ്വീകരിച്ചിട്ടില്ല. പരിശോധന നടക്കുകയാണ്, ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ ആൾക്കെതിരെയുള്ള നിർത്തുമാനവരെ. എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. നിങ്ങളുടെ MP ഗോവിന്ദൻ വന്നതെന്ന് പറയുന്നു കുറ്റാരോപിതൻ മാത്രമാണ്. പിന്നെ ഞങ്ങൾ തീരുമാനിക്കും. ഇവരുടെ ദേവസ്വം മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ വാസു ഒരു നല്ലവനാണ്, പാവപ്പെട്ടവനാണ്. അത് തെരഞ്ഞെടുപ്പിന് മുന്നേ ശേഷം ഞങ്ങൾക്ക് കഴിയുമ്പോൾ ഞങ്ങൾ തന്ത മാറിയത് കൊണ്ട് മാറ്റി പറയും. ഈ പറഞ്ഞ ആരെങ്കിലും മാറ്റി മിണ്ടുന്നില്ലല്ലോ. മാറ്റാൻ മാത്രം പുറത്തേക്ക് വരേണ്ട കാര്യമില്ല. ആകെ പോകെ സംസാരിക്കുന്ന ഒരു MP ഗോവിന്ദൻ മാത്രമാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അടിത്തറയൊന്നും ഇളകിയിട്ടില്ല. ഇല്ലില്ല. 500-ലധികം പഞ്ചായത്തുകളാണ് UDF പിടിച്ചെടുത്തത്. അവരുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു ഒരു വിജയം. വേറെ എല്ലാം പോട്ടെ, കോർപ്പറേഷനൊക്കെ പോയത് പോട്ടെ, പിന്നെ പോട്ടെ എന്ന് വെക്കാം, പഞ്ചായത്തുകൾ പിടിച്ചെടുത്തത് നിങ്ങളുടെ അടിത്തറ എന്നിട്ട് ഇളകിയിട്ടില്ലല്ലേ? അല്ലേ മാനവരെ? ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടല്ലോ, അത് ഞങ്ങൾ വലുതായിട്ട് എടുക്കുന്നില്ല. ഞങ്ങളുടെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല. രോമമില്ല, വടിച്ചു കളഞ്ഞു. നോക്കൂ, ഞങ്ങൾക്ക് ഇതൊരു വലിയ പരാജയമല്ല. നോക്കൂ മാനവരെ, എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കാര്യം ഞങ്ങൾ വേണ്ടുന്ന രീതിയിൽ ഒരു വിജയം കൈവരിച്ചിട്ടുണ്ട്, കൊയ്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് എന്താണ്? ഞാൻ പറയാം, കോമഡി അതല്ല. ഇവരുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ വന്നെന്ന് പറയാണ് ഇതൊരു തിരിച്ചടിയായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല, ഇത് തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ല, BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നെന്ന് പറയുന്നു BJP ഇത്ര മുന്നോട്ട് പോയത് ഭയക്കേണ്ടിയിരിക്കുന്നു. അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നടന്നിരിക്കുന്നു. അത് ആശങ്കപ്പെടുത്തുന്നതാണെന്ന് അറിഞ്ഞായിരുന്നോ? അങ്ങനെയും പറഞ്ഞു. അങ്ങനെ ഉണ്ടായി. ചോർന്നു പോവാതിരിക്കാൻ ഇട്ടിട്ടുണ്ടോ? ഞങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങളിൽ ആര് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാം? പാർട്ടി സെക്രട്ടറി പറയുന്നത് വിശ്വസിക്കാം. പിണറായിക്ക് ഒരു വിലയില്ലേ? പിണറായി ഇന്നലെ പറഞ്ഞത് ഇത് ഇന്നലെ പറയണം. ഇന്ന് മീറ്റിംഗ് കൂടി പറഞ്ഞതാണ്, നമ്മുടെ അടിത്തറ ഇളകിയിട്ടില്ല, നമുക്ക് വലിയ തിരിച്ചടി വന്നിട്ടില്ല, നമ്മൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇതും പറഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞ് AKG സെന്ററിനകത്തോട്ട് കയറി വാതിലടച്ചൊരു ഒറ്റ കരച്ചിലായിരുന്നു ഗോവിന്ദൻ. എന്റെ ഭഗവതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് കൊക്കെ എത്ര കുളമുണ്ട് ഇനി കൊക്കിനിറങ്ങാൻ കുളമില്ലെന്ന് അറിയുന്നത്. നോക്ക്, ഞങ്ങൾക്ക് തകർച്ചയൊന്നും വന്നിട്ടില്ല. ഇത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആരൊക്കെയോ കാരണങ്ങളല്ല, ശബരിമലയും ഭരണവിരുദ്ധ ന്യൂനപക്ഷം ഞങ്ങളെ കൈവിട്ടത് എന്തുകൊണ്ടാണ് പറയൂ? ന്യൂനപക്ഷത്തിന് എന്ത് പറ്റി? ന്യൂനപക്ഷത്തിന് വേണ്ടി എല്ലാം കൊടുത്തതാ. പക്ഷേ വെള്ളാപ്പള്ളിയെ കൂട്ടിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതാണ് തെറ്റ്. അതെ. അയ്യോ, അതിലേക്ക് ഞാൻ വന്നില്ലായിരുന്നേ. സാധാരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും സ്ഥാനാർത്ഥികളുടെ കൈപൊക്കിയാലാണ് അവര് 8 നില പൊട്ടുന്നത്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോഴത്തേക്ക് വെള്ളാപ്പള്ളി നടേശനും പിന്നെ NSSന്റെ പ്രതിനിധിയെ അങ്ങ് പെരുന്നേന്ന് പോപ്പ് വിട്ടായിരുന്നു പമ്പയിലോട്ട്. ഈ 2 പേരും നിന്നുണ്ട്. അതായത് NSSന്റെ പ്രതിനിധിയും SNDPയുടെ പ്രതിനിധിയും മുഖ്യമന്ത്രി നടുക്കും. അവർ 2 പേരുടെ മുഖ്യമന്ത്രിയുടെ കൈ പൊക്കുന്നു, തദ്ദേശത്തിൽ അടപടലും വീഴുന്നു. എന്തൊക്കെ എടോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ വെള്ളാപ്പള്ളിയും ഈ G സുകുമാരൻ നായർ നിങ്ങളുടെ കക്ഷത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നായന്മാരും ഈഴവരും നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കരുത്. ആ കാലമൊക്കെ കഴിഞ്ഞ്, മനസ്സിലായില്ലേ? ജനങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചൊക്കെ വോട്ട് കുത്താൻ പോകത്തുള്ളൂ. ജനങ്ങൾ ഞങ്ങളെ കൈവിട്ടെന്ന് ആര് പറഞ്ഞു? കൈവിട്ടില്ലേ? കോഴിക്കോട് അടപടലം ചത്തു വീണു. ഞങ്ങൾ കോഴിക്കോട് ഇവരുടെ കുത്തകയായിരുന്നു, ചത്തു വീണു. നിർത്ത്, ഞാൻ പറയട്ടെ. കൊല്ലത്ത് ഇങ്ങ് തെക്കോട്ട് വന്നാല് നമ്മുടെ വടക്കോട്ട് പോകുമ്പോ കണ്ണൂർ ഇവരുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പോലെ ഇങ്ങ് തെക്കോട്ട് വന്നാല് കൊല്ലവും ആലപ്പുഴയൊക്കെയാ. 2 ചത്തു വീണ്. മലപ്പുറത്ത് 8 നില പൊട്ടി.
ഞാനൊരു കാര്യം പറയട്ടെ, അയ്യപ്പന്റെ വാളിരിക്കണം അവിടെ ഞങ്ങൾക്ക് കിട്ടി. അതെങ്ങനെ സംഭവിച്ചു? എന്താണെന്നറിയാമോ? അത് BJP-യുടെ വർഗീയത അവിടെയുള്ള ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അതായത് വിശ്വാസം ഞങ്ങൾ അങ്ങ് സംരക്ഷിക്കും, അയ്യപ്പനെ ഞങ്ങൾ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ BJP-ക്കാർ ഇറങ്ങിയത്. മാണ്ട കിടക്കുന്നത് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി, ഇവന്മാർ ഉടായ്പ കാണിക്കുകയാണ്. അയ്യപ്പന്റെ തട്ടകത്തിൽ ഞങ്ങൾ നേടിയെടുത്തു, മാനവരെ ഞങ്ങൾ നേടിയെടുത്തു. നിങ്ങൾ ആലോചിക്കും, അവിടെയുള്ള ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള. അതുകൊണ്ട് അതാ പറയുന്നത് ശബരിമല അതെങ്ങനെ കിട്ടിയെന്ന് അറിയാമോ? ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു. അവസാനം ടോസ് ഇട്ടപ്പോഴാണ് ഇവർക്ക് കിട്ടിയത്. പക്ഷേ ഞങ്ങളുടെ വാർഡിൽ ആദ്യം BJP ജയിച്ചു, റീകൗണ്ട് ചെയ്തപ്പോഴേക്ക് CPM ജയിച്ചു. ഇതുപോലെ എത്ര അടുത്ത് റീകൗണ്ട് ചെയ്താൽ ഞങ്ങൾ ജയിക്കേണ്ടതാണെന്ന് അറിയാമോ? ഞങ്ങളുടെ അടുത്ത് അങ്ങനെയായിരുന്നെന്ന്. അപ്പൊ എന്തൊക്കെയോ ഭരിക്കുന്നത് ഞങ്ങളുടെ മുഖ്യ. ഇവിടെ BJP-ക്ക് ആകെ ഒരു ഇതുള്ളതാരാ? ശത്രു MP മാത്രമല്ലേ ഉള്ളൂ. അതെ അതെ, സുരേഷ് ഗോപി. അതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, ഒരു MP ആയിട്ട് മറ്റേ തൃശ്ശൂർ മാത്രമല്ലേ എടുക്കാൻ കഴിഞ്ഞുള്ളായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ മൂട്ടി വന്ന് എന്നിട്ട് അവര് കൃത്രിമം കാണിച്ചു എന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ചിലപ്പോ എന്തൊക്കെയോ സംഭവിച്ചു. അല്ലാതെ ഇങ്ങനെ വരാൻ വഴിയില്ലെന്ന് ഈ നാട്ടുകാർ നമ്മളെ കൈവിടുമെന്ന് എനിക്ക് കൈവിട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇത് ഒരു വലിയൊരു നിയമസഭയിൽ അല്ല. അതെ, ഇതൊന്നും കണ്ട സഭയിൽ വീണാലോ? വീഴില്ല. പിന്നെ അടുത്ത 5 വർഷം കഴിയാതെ കാവിൽ പാട്ട് മത്സരം ഇല്ല കേട്ടോ. ഞങ്ങള് വീടില്ല, ഞങ്ങളെ ജനം അങ്ങനെ കൈവിടില്ല. ഞങ്ങളുടെ 10 വർഷത്തെ വികസനം കണ്ടില്ലെന്ന് നടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇന്നലെ ഞാൻ പറഞ്ഞു നിങ്ങളോട്, 10 വർഷത്തെ വികസനമൊക്കെ നമ്മൾ കണ്ടു. വികസനമൊക്കെ നല്ലതാണ്, അതൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഏർപ്പാട് നിർത്തണം. ഞങ്ങൾ എന്ത് ദ്രോഹിച്ചു? എന്തെല്ലാം ദ്രോഹം പറ. ഒരെണ്ണമോ? ഞാൻ പറയാ, കറുത്ത തുണി കാണുമ്പോൾ ഹാലിളകിയത് ആർക്കാ? അതൊക്കെ കറുത്ത ഷർട്ട് ഇട്ടോണ്ട് വന്നവനെ വരെ അത് ഊരിച്ചു മാറ്റിയതാരാ? അതൊക്കെ ഇപ്പോഴും ഓർത്തിട്ടിരിക്കുന്നു. പിന്നെ അതൊക്കെ ഓർക്കും എല്ലാരും. വോട്ട് ചെയ്യാൻ പോകുമ്പോ അതെല്ലാം ഓർക്കും. മറ്റേ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല തല്ലി പൊളിച്ചതാരാ? രക്ഷിക്കൽ പ്രവർത്തനം. പിന്നെ അതൊക്കെ ഓർക്കത്തില്ലേ? രാഹുലിനെ ഇറക്കിയത് പിന്നെ 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 മറ്റേ ജനങ്ങൾക്കിടയിൽ പോലും ഇറങ്ങാതെ അവരുടെ മുന്നിലൂടെ ചീറിപ്പാഞ്ഞു പോയതാരാ? പിന്നെ മുഖ്യമന്ത്രി. പക്ഷെ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ പാർട്ടി സമ്മേളനങ്ങളിൽ മാത്രമല്ല, ഇടയ്ക്കൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം. അതൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിർത്തും. മാനവരെ ഞാൻ പറയട്ടെ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്ര സമരങ്ങൾ നടന്നു. പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു ആശാ വർക്കർമാരുടെ സമരം, അങ്കണവാടിക്കാരുടെ സമരം. എത്രയോ പെണ്ണുങ്ങളായിരുന്നു ഇവിടെ സമരം. ആശാ വർക്കർമാരുടെ പ്രാക്കാണെന്നാ തോന്നുന്നു കേട്ടോ. അന്ന് അവര് മറ്റേ ക്ലിഫ് ഹൗസിന്റെ അവിടെ വന്നെന്ന് പറഞ്ഞത് മുടിഞ്ഞു പോകുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. സന്തോഷമായി. ഇനി നിയമസഭയിൽ വീണാൽ എന്ത് ചെയ്യും? ഞങ്ങൾ ഫുൾ കോൺഫിഡൻസ് ആണ്. ഇനി കുറച്ച് മാസങ്ങളുണ്ടല്ലോ, ഞങ്ങൾ നഷ്ടപ്പെട്ട പ്രതാപം ഞങ്ങൾ തിരിച്ചെടുക്കും. എങ്ങനെ ഈ പ്രതാപം തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാല് വിശ്വാസം, ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട പാടാണ്, വലിയ പാടാ. ഈ 6 മാസം ഉണ്ടല്ലേ? ഈ 6 മാസം കിറ്റ് കൊടുക്കാവുന്നതാണോ? ഏക്കൂല. പെൻഷൻ കൊടുക്കാവുന്നതാണോ? കൂട്ടി കൊടുക്കാവുന്നതാണോ? അല്ലല്ല, പെൻഷൻ കൂട്ടി കൊടുക്കാവുന്നതാണോ? ഏക്കൂല, അത് ഏക്കൂല. നോക്കൂ, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇത്രയും വർഷം ഇവിടെ അധികാരത്തിൽ ദൈവത്തിൽ ഓർത്ത് ഈ നിയമസഭയുടെ തെരഞ്ഞെടുപ്പിന്റെ ഇടയ്ക്ക് ഒരു ഗർഭവും കൊണ്ട് വരരുതെന്ന് ഇല്ല. നാട്ടുകാർ ചുരുട്ടി കൂട്ടി തോട്ടി. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഗർഭം വേണ്ട. ഞങ്ങൾക്ക് ഗർഭം അത് ഏക്കില്ല. നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ജനങ്ങൾക്ക് ഇപ്പൊ പഴയ ഈ കഥയൊന്നും വേണ്ട. എന്തല്ലേ വല്ലരും മാറി. അതെ അതെ അതെ. അതുകൊണ്ട് ഞങ്ങൾ പുതിയ എന്തെങ്കിലും. പുതിയത് എന്തുവാ? ഹൈടെക് ഗർഭം. അപ്പഴും ഗർഭം വിട്ടൊരു കളിയില്ല. ഇതിന് ഹൈടെക് ഒക്കെ ഉണ്ടോ ഗർഭത്തിന്? എന്തെങ്കിലും ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ആ ശബരിമലയിൽ കൃത്യമായ നടപടി സ്വീകരിച്ചു. അപ്പൊ ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്തിയതോ വിശ്വാസം സംരക്ഷിച്ചു എന്ന് കാണിക്കൂ, ജനങ്ങളെ ബോധ്യപ്പെടുത്തൂ. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു പുറത്താക്കൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കുറച്ചുകൂടി നേരത്തെ അങ്ങ് എടുത്ത് പുറത്തിട്ടായിരുന്നെങ്കിൽ തദ്ദേശത്തിൽ വീഴൂലായിരുന്നല്ലോ. ഇമാതിരി വീഴ്ച വീഴില്ലായിരുന്നു. അത് സത്യം. അത് ഞാനല്ലല്ലോ ചിന്തിക്കുന്നത്. പാർട്ടി സെക്രട്ടറി ആഫീസിൽ പോയി പറയണം. അത് പിന്നെ കുറ്റവാളിയെ ഞങ്ങൾ സംരക്ഷിക്കില്ല. ഒരു തരി സ്വർണ്ണം ഇത് പറഞ്ഞിട്ട് എന്നിട്ട് കൊണ്ടുപോയത് മുഴുവൻ തിരിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. തിരിച്ചു കൊണ്ടുവരും ഞങ്ങള്. എവിടെ ഞങ്ങള് ഈ കൊണ്ടുവന്നതൊക്കെ ഒറിജിനൽ ആണോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. അതും നിങ്ങൾ പരിശോധിച്ചോളൂ. ഞങ്ങൾക്ക് വേണ്ട ഇവിടെ അയ്യന്റെ സ്വർണ്ണമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇവിടുത്തെ വിശ്വാസികളെ വ്രണപ്പെടുത്തി ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഇത് ആദ്യമേ തീരുമാനിച്ചാൽ പോരായിരുന്നു. അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. വിശ്വാസികളാണ് ഞങ്ങളുടെ ബലം. അയ്യപ്പനെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അയ്യപ്പ കുറ്റം ആരോപിക്കപ്പെട്ടതുകൊണ്ട് കുറ്റവാളി ആകില്ല എന്നൊരു വശം കൂടി അവിടെ ഉണ്ട്. ചിന്തിക്കണം. അപ്പൊ നമുക്ക് രാഹുലിനും അങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്താൽ പോരെ? രാഹുൽ വേണമെങ്കിൽ കോൺഗ്രസ് കൊടുക്കട്ടെ. എന്തിനു ചാടി പുറത്താക്കിയത്? അവര് പുറത്താക്കി എന്തിന്? പൊളിറ്റിക്കൽ സ്റ്റണ്ട്. അതായത് ഇലക്ഷൻ അടുത്തുകൊണ്ട് ഒരു
കുറ്റവാളിയെ ഞങ്ങൾ പുറത്താക്കിയെന്ന് അല്ല അങ്ങനെ കാണിക്കാനെങ്കിലും അവരങ്ങനെ ചെയ്തായിരുന്നല്ലോ. അത് നിങ്ങളും കാണിക്കായിരുന്നു. വർഗസ്നേഹം ഇല്ലാത്തൊരു ഇത്രയും കാലം പാർട്ടിക്ക് കൊള്ളയടിക്കുന്നവരെയൊക്കെ ചേർത്ത് നിർത്തി വർഗസ്നേഹം കാണിക്കണോ? അതുകൊണ്ടല്ലേ നാട്ടുകാർ നിങ്ങളുടെ നെഞ്ചത്ത് കൂട്ടിയത്? ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു യുവ പ്രവർത്തകനല്ലേ? കണ്ട പീഡകനെയൊക്കെ പാർട്ടിക്കകത്ത് വെച്ചോണ്ടിരിക്കാൻ തിരുത്തൽ നടപടി കൊടുക്കാൻ സമയം കൊടുക്കണമായിരുന്നു രാഹുലിനെ. വെറുതെ പുറത്താക്ക്, രാജിവെപ്പിക്കുന്നു പറഞ്ഞ ആൾക്കാര്. അങ്ങനെയെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പുറത്താക്കിയില്ല, രാഹുലിനെ എന്തുകൊണ്ട് പുറത്താക്കി? കാരണം രാഹുലിനെ പുറത്താക്കി ആരും ചോദിക്കാനും പറയാനും എന്തുകൊണ്ട് പുറത്താക്കിയില്ല? അതാ ഞങ്ങൾ ശശി എന്തുകൊണ്ട് പുറത്താക്കിയില്ല? പറയുന്ന വർഗസ്നേഹം കാണിച്ചത് കൊണ്ടാണ് നാട്ടുകാർ നെഞ്ചത്ത് കുത്തിയത്. ഈ മുകേഷും പി ശശിയൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ അധികാരത്തിൽ കയറി കേട്ടോ. അത് തന്നെ മറ്റേ സ്ത്രീകളെ ശബരിമല കയറ്റിയതിന് ശേഷം നിങ്ങൾ അധികാരത്തിൽ കയറി. പക്ഷേ സ്വർണം എടുത്തതാണ് നാട്ടുകാർക്ക് പിടിക്കാഞ്ഞത്. സ്വർണം കെട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ. ഞാൻ വേദനിപ്പിക്കുന്നില്ല. അതെ, ഞാൻ തന്നെ വേദനിപ്പിക്കുന്നില്ല. ഇവിടുത്തെ വിശ്വാസികൾ കേൾക്കാൻ പറയാണ്, നിങ്ങൾ അയ്യന്റെ സ്വർണം ഞങ്ങളെ സർക്കാർ തിരിച്ചു കൊണ്ടുവന്നിരിക്കും, നോക്കിക്കോ ചെക്ക്. അതും ചെമ്പായിരിക്കും. സ്വർണ്ണം ഉണ്ടോ? അയ്യപ്പൻ്റെതാ, അത് ഒറിജിനൽ എന്നെ കൊണ്ട് വെച്ചില്ലെങ്കിൽ തേയും. ആണല്ലേ? കാലപ്പഴക്കം വരെ നോക്കും. നിങ്ങൾ കൊറേ ഊഞ്ഞാലാടും. ഒലിക്കട മൂട്. ഒലക്കര മൂട്.